എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി. ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ്. കാര്യം എന്താ പറയുക, എല്ലാവരും ടോപ്പ് നോട്ട്സ് ഇൻഡസ്ട്രിയാണ്. ബാബുലേട്ടൻ, ജിതേട്ടൻ, കൃഷ്ണകാരൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവരോട് വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അച്ചീവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് വിനീതേട്ടൻ എല്ലാവരും. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. സോ ഹാപ്പി. എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ആൻസർ. താങ്ക് യു സോ മച്ച്. ബ്രോ, ചെയ്യുന്ന എല്ലാ സിനിമകളിലും നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ആ ക്യാരക്ടറിൽ ആളുകൾ വിളിക്കുക, അത് ഓർമ്മ കരിയറിലേക്കാണ് നല്ല ഗ്രാഫിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറീസ് ആവണം, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കുക ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് എലമെന്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന സിനിമകളുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഇപ്പൊ ഞാൻ സേഫ് ആണ്, അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രം മതി, ഇതേപോലത്തെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പൊ ഇതിലെ ഇവർ പറയാതെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വർത്താണ് എന്ന് തോന്നിയ മൂമെന്റാണ്. ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ആ ഒരു ഞാൻ സ്ക്രിപ്റ്റിന് കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ 50% എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പൊ വായിച്ചു തുടങ്ങിയപ്പോ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരൊന്ന് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പൊ. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാബുലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ടായി. നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിംഗ് പിടിക്കാം എന്നുള്ള ഒരു പരിപാടിയല്ല. നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മൾ അപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി, ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചുകൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക, ഈ മിസ്റ്ററി എന്ന് പറയുന്ന ഒരു ജോണർ, എൻ്റെ രസം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഡിഫറെന്റ് ജോണേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ പ്ലേ കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും വന്ന് നറേറ്റ് ചെയ്യാനാണ് പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കത് അതിൻ്റെ ഒരു ഹൈ ഭയങ്കര രസം തോന്നി, ആ മിസ്റ്ററി വായിക്കുന്നതിൻ്റെ ഒരു ഹൈ. അപ്പോൾ അതാണ് എന്നെ ഇതിലേക്ക് ഫസ്റ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം വന്നപ്പോൾ തന്നെ ബാക്കി ചാലഞ്ചിങ് പാർട്ടൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നമുക്കത് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ബാക്ക് തോട്ട്സും വേറെ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ സെറ്റാകുമോ? കാര്യം എൻ്റെ ഈ കൊച്ചി സ്ലാങ്ങും ഞാൻ ചെയ്തിരുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ ബിഹേവിയർ ഓറിയന്റഡ് സിനിമയാണ്. നമുക്ക് അപ്പം ഇഷ്ടമുള്ള കൗണ്ടറുകൾ പറയാൻ, ട്വീക്ക് ചെയ്യാൻ, നമുക്ക് നമ്മുടെ രീതിയിൽ പറയാം. പക്ഷെ ബാബുലേട്ടൻ കുത്തും കോമയും മാറ്റാൻ സമ്മതിക്കണം. ഞാൻ അവരോട് ഈ ഒരു എടുത്ത് ഇപ്പുറത്ത് ടോക്കാണെന്ന് രീതിയിൽ. അപ്പൊ കൃത്യമായിട്ടുള്ളൊരു ആ ഒരു ഫ്ലോ ആ ഡയലോഗിനുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ അതിന്റെ ഒരു ബ്യൂട്ടി കിട്ടുള്ളൂ. അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ വേറൊരു ക്യാരക്ടറായി മാറി തുടങ്ങി. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് എക്കോന്ന് കിട്ടിയത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്തത് സിനിമയാണ്.